വേടന്റെ പരിപാടിക്കായി ലൈവ് സ്ട്രീമിംഗ് ക്രമീകരണം ഒരുക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ ലിജു ഗോപിനാഥ് എന്ന വ്യക്തി ഷോക്കേറ്റ് മരിച്ചു. ഇതേ തുടർന്നായിരുന്നു കിളിമാനൂരിൽ പരിപാടി വേടൻ അവസാന നിമിഷം റദ്ദാക്കാൻ കാരണം. എന്നാൽ പിന്നീട് നടന്നത് വൻ അതിക്രമമായിരുന്നു. സംഘാടകർക്ക് നേരെ കാണികൾ തിരിയുകയും ചെളിയും കല്ലുമെടുത്ത് സ്റ്റേജിലേക്ക് എറിയുകയും ചെയ്തു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. പ്രദേശത്തെ യുവാക്കളുടെ കൂട്ടായ്മയായ ഊന്നാങ്കൽ പ്രദേശാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംഘാടനത്തിനും വേടന് നൽകിയ തുകയ്ക്കും പുറമെ നഷ്ടപരിഹാരം നൽകാനുള്ള തുക കൂടി കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ യുവാക്കൾ. ഒപ്പം പോലീസ് കേസുകളും. ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. സാമ്പത്തികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും നല്ല ബുദ്ധിമുട്ടിലാണ് ഊന്നങ്കൽ പ്രദേശത്ത് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രോഗ്രാം ഞങ്ങൾ ഒരു 6 മാസമായി ഈ ഒരു പ്രോഗ്രാമിൻ്റെ പിന്നിലാണ്. 4,70,000 രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. 50,000 രൂപ ഞങ്ങൾ ഹോൾഡ് ചെയ്തതാണ്. കാരണം പരിപാടി കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിടിച്ചതാണ്. മുഴുവൻ തുകയാണ് അവർ ഞങ്ങളുടെ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ കേസുകൾ നൂലാമാലകൾ ഉറപ്പായിട്ട് ഞങ്ങളിതിൻ്റെ കുറേ നൂലാമാലകൾ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ശബ്ദ വെളിച്ച സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഭൂരിഭാഗവും കേടുപാടുകളുണ്ടായി. കല്ല് വെച്ച് കുറേ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. കാരണം മൈന്യൂട്ട് LED-കളാണ്, അത് ഒരുപാട് തകർന്നിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഓൾമോസ്റ്റ് ചെളി അറിയുന്നതനുസരിച്ച് കേബിൾ കണക്ട് ചെയ്യുന്ന പോർട്ടലുണ്ട്. പോർട്ടിനകത്ത് ചെളിയോ വെള്ളമോ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഉപയോഗമില്ല. സൗണ്ടിൻ്റെ ഈ ഫ്രണ്ടിൽ നിന്ന് വാരി എറിഞ്ഞ് സ്പീക്കറുകളെല്ലാം ഡാമേജ്. അകത്ത് സ്റ്റേജിനകത്ത് വേടന പാടുന്നതിന് മോണിറ്റർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മോണിറ്ററുകളെല്ലാം ഇപ്പോൾ എടുത്തത് ഒരു 4 വർക്കിനാവും, 4ാമത്തെ വർക്കാണിത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് അകത്ത് ചെളി കയറി അതിൻ്റെ സാധനങ്ങളെല്ലാം ഡാമേജായി. നാട്ടുകാരിൽ നിന്ന് കണ്ടെത്തിയ തുകയിലാണ് യുവാക്കൾ സൗജന്യമായി പരിപാടി സംഘടിപ്പിച്ചത്. അതേസമയം പരിപാടി മുടങ്ങാതിരിക്കാൻ ലിജുവിന്റെ മരണം സംഘാടകർ മറച്ചുവെച്ചു എന്ന ആരോപണവും ഇപ്പോൾ ഉയരുന്നുണ്ട്.